മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ഒരാൾ ജീവിച്ച് മരിച്ച മണ്ണാണ് ഇത്. എന്തുകൊണ്ട് അവർ ഫ്രാഗ്മെൻറ്റഡ് ആവുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പദം പോലെ ഉള്ള ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്ക് എത്തേണ്ട നേതാക്കൾ ആകാശത്തുനിന്ന് പൊട്ടി വീഴല്ലല്ലോ ചെയ്യാം. മരുമോനിസം എന്നുള്ളൊരു പേര് എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ കോയിൻ ചെയ്യപ്പെടുന്നത്? അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പദം പോട്ടെ ഉപമുഖ്യമന്ത്രി പദം പോലും ചോദിക്കാത്തത്? സ്വാഗതം ജോയിൻ ദ സ്റ്റോറിയിലേക്ക്. കേരളത്തിൽ CH മുഹമ്മദ് കോയയ്ക്ക് ശേഷം എന്തുകൊണ്ട് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അംഗം മുഖ്യമന്ത്രിയായില്ല എന്നതൊരു ചോദ്യമാണ്. ആ ചോദ്യം ഉന്നയിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ഇതിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിമാർ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 2 മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ മുഴുവൻ ടേമും മുഖ്യമന്ത്രിയായി തുടർന്ന വ്യക്തികളുണ്ടായിട്ടുണ്ട്. പക്ഷേ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് CH മുഹമ്മദ് കോയ മാത്രം, അദ്ദേഹം തന്നെയും 1979 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള 50 ദിവസങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിയായിരുന്നത്. അതൊരു മുഖ്യമന്ത്രി പദം എന്നുള്ള നിലയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ അതൊരു ഇടക്കാല സംവിധാനം മാത്രമായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടി വരും. ഈ ചോദ്യം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച പ്രാതിനിധ്യത്തിൻ്റെ ചുവട് പിടിച്ചാണ്. സമുദായ പ്രാതിനിധ്യം അധികാരഘടനയിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് CH മുഹമ്മദ് കോയയുടെ ഈ 50 ദിവസത്തെ മുഖ്യമന്ത്രി പദം നമ്മൾ കാണേണ്ടി വരും. എന്തുകൊണ്ടാണ്? അതിന് മുമ്പും പിൻപും ഭരണം നിയന്ത്രിച്ച പാർട്ടികൾ, ഭരണം നിയന്ത്രിച്ച മുന്നണികൾ, ഇവയിലൊക്കെ തലപ്പൊക്കമുള്ള നേതാക്കളുണ്ടായിട്ട് പോലും മുസ്ലിം പ്രാതിനിധ്യം മുഖ്യമന്ത്രി പദത്തിലേക്ക് എന്തുകൊണ്ടെത്തിയില്ല എന്ന ചോദ്യമാണ് ജോയിൻ ദ സ്റ്റോറി ഇന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യം ആ ചോദ്യത്തിനുണ്ട് എന്നുകൂടി കാണേണ്ടിയിരിക്കുന്നു. ബഷീറിന് എന്താ തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും ഈ CHൻ്റെ 50 ദിവസത്തിന് മുമ്പും പിമ്പും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു പേരും ഉയർന്നു വരാതിരുന്നത്? ആ സമുദായത്തിൽ നിന്ന്, ആ സമൂഹത്തിൽ നിന്ന് അതിനെന്തായിരിക്കും ഒരു കാരണം? രാഷ്ട്രീയമായി അതിൻ്റെ കാരണങ്ങൾ എടുത്താൽ പലതരത്തിൽ അതിനെ നമ്മൾ വിശകലനം ചെയ്യേണ്ടി വരും. ഒന്ന്, വിഭജനാനന്തര ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ തന്നെ മുഖ്യമന്ത്രി പദത്തിലിരുന്ന മുസ്ലിം രാഷ്ട്രീയ നേതാക്കളുടെ കണക്കെടുത്താൽ വളരെ ശുഷ്കമായ കാലത്ത് വളരെ ശുഷ്കമായ ആളുകൾ മാത്രമേ, അല്ലെങ്കിൽ എണ്ണത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. CH മുഹമ്മദ് കോയ ഉൾപ്പെടെ 7 മുസ്ലിം മുഖ്യമന്ത്രിമാരാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായത്. അതിൽ പുതുച്ചേരി ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അവിടെ സമ്പൂർണ്ണ സംസ്ഥാന പദവിയുള്ളതല്ല, സംസ്ഥാനമായിട്ടില്ല, അന്നും ആയിട്ടില്ല. പുതുച്ചേരിയിൽ MOH ഫാറൂഖ് മുഖ്യമന്ത്രി പദത്തിൽ 2 തവണ ഇരുന്നതൊഴിച്ചാൽ 2 വർഷം പൂർത്തിയാക്കിയ മുസ്ലിം മുഖ്യമന്ത്രി ഇല്ല ഇന്ത്യയിൽ എന്ന് പറയാം. ജമ്മു ആൻഡ് കാശ്മീരിനെ മാറ്റി നിർത്തിയാണ് ഞാനിത് പറയുന്നത്. മെയിൻലാൻഡ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ മുസ്ലിം മുഖ്യമന്ത്രിമാർ 7 പേരുണ്ടായെങ്കിലും അവരിൽ ആരും തന്നെ ഒരു ടേം മുഴുവൻ പൂർത്തിയാക്കുകയോ അതല്ലെങ്കിൽ ഒരു പരിഗണിക്കേണ്ട കാലം അത്രയും മുഖ്യമന്ത്രി പദത്തിലിരിക്കുകയോ ചെയ്തില്ല. 1982 AR ആന്തുലെ രാജിവെച്ചതിന് ശേഷം ഇന്ത്യയിൽ മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായില്ല എന്ന് പറയാം. മഹാരാഷ്ട്രയിൽ അബ്ദുറഹ്മാൻ ആന്തുലെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം 82 ഒരു അഴിമതി ആരോപണ കേസിനെ തുടർന്ന് രാജിവെച്ചതിന് ശേഷം ഇന്ത്യയിൽ മുസ്ലിം മുഖ്യമന്ത്രിമാരെ ഉണ്ടായില്ല. 44 വർഷത്തിനിടയിൽ ഒരു സംസ്ഥാനത്തും ഒരാളും ആയിട്ടില്ല. യഥാർത്ഥത്തിൽ അതിനുശേഷം എന്തുകൊണ്ടായില്ല എന്ന ചോദ്യത്തിന് നമുക്ക് വളരെ വിസിബിളായ ഉത്തരമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം കുറഞ്ഞതുകൊണ്ടാണ് എന്നാണ് എൻ്റെ അതിനുള്ള ഉത്തരം. ബർക്കത്തുള്ള ഖാൻ രാജസ്ഥാനിലെ 1980കളിൽ മുഖ്യമന്ത്രിയായിരുന്നു. ബർക്കത്തുള്ള ഖാൻ ഹൈക്കമാൻഡ് നിയോഗിച്ചതാണ്. അതുപോലെ അബ്ദുൽ ഗഫൂർ ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്നു. ബീഹാറിൽ അടിയന്തരാവസ്ഥയുടെ തൊട്ട് മുമ്പുള്ള 2 വർഷം അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച ബീഹാറിലെ വലിയ രാഷ്ട്രീയ കാലുഷ്യം നടക്കുന്ന ഘട്ടത്തിൽ ബീഹാറിലെ മുഖ്യമന്ത്രിയാണ് അബ്ദുൽ ഗഫൂർ. അത് കോൺഗ്രസിൻ്റെ തീരുമാനമായിരുന്നു. അതുപോലെ AR ആന്തുലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഒരു കോൺസെൻസസ് കാൻഡിഡേറ്റ് എന്ന മട്ടിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ച് അവതരിപ്പിച്ചതാണ്.
മണിപ്പൂരിന് സ്റ്റേറ്റ്ഹുഡ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മുഖ്യമന്ത്രി മുസ്ലിം മുഖ്യമന്ത്രിയായിരുന്നു. മുഹമ്മദ് അലീമുദ്ദീൻ. അതെ, മുഹമ്മദ് അലീമുദ്ദീൻ യഥാർത്ഥത്തിൽ മണിപ്പൂർ പീപ്പിൾസ് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു. പക്ഷേ ആ കോയലീഷനിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കൂടി അംഗീകാരത്തോടും തീരുമാനപ്രകാരവുമാണ് അത് വന്നത്. അസമിൽ മുഖ്യമന്ത്രിയായിരുന്ന സെയ്ദ അൻവറ തൈമൂർ അവർ 1980കളിൽ അസമിൽ വലിയ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയായത്. കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഹൈക്കമാൻഡ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കാര്യങ്ങൾ നടപ്പാക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന കാലം അവസാനിച്ചതിന് ശേഷം മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടായില്ല എന്ന് പറയാം. അതോടൊപ്പം തന്നെ മണ്ഡൽ രാഷ്ട്രീയം ഉയർന്നു വന്നു. ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം വന്നു. അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായി. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ മേൽക്കൈയുണ്ടായി. ഈ ഘട്ടത്തിൽ മുസ്ലിം മുഖ്യമന്ത്രി പദം എന്നത്, മുസ്ലിം ലീഡർഷിപ്പ് എന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ചില ഘട്ടങ്ങളിലെങ്കിലും ഒരു ലയബിലിറ്റിയായി തീരുകയും ചെയ്തു. ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട് ഇന്ത്യയിൽ മുസ്ലിം മുഖ്യമന്ത്രിമാരില്ലാതിരിക്കാൻ. പക്ഷേ കേരളത്തിൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ കേരളം പൊതു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നടന്നൊരു സംസ്ഥാനമാണ്. ഇവിടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ പ്രധാന ജനവിഭാഗങ്ങൾക്ക് മുഖ്യമന്ത്രി പദത്തിലും മന്ത്രിസഭാ പ്രാതിനിധ്യത്തിലും അതിലെ അർഹതപ്പെട്ട അവരുടെ റോൾ അല്ലെങ്കിൽ അവരുടെ പോർഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി സി എച്ചിൻ്റെ 50 ദിവസത്തെ രാജീവ് പറഞ്ഞതുപോലെ ഒരു ഫുൾ ടേം മുഖ്യമന്ത്രി പദം എന്നൊന്നും പറഞ്ഞുകൂടാ. അതൊരു തരം അഡ്ഹോക്ക് അറേഞ്ച്മെൻറ്റ്. വലിയ കാലുഷ്യം. സി എച്ച് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പും രാഷ്ട്രപതി ഭരണമാണ് കുറഞ്ഞ ദിവസങ്ങളിൽ, അതിനുശേഷവും രാഷ്ട്രപതി ഭരണത്തിലേക്കാണ്. ആ ഒരു കോയലീഷൻ പൊളിറ്റിക്സിൻ്റെ വലിയ ഒരു കാലുഷ്യം നടക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രത്യക്ഷത്തിൽ സ്വീകാര്യനായ എല്ലാവർക്കും സമ്മതനായ ഒരാളെ തൽക്കാലത്തേക്ക് മുഖ്യമന്ത്രിയാക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ 50 ദിവസം കഴിയുമ്പോൾ കോൺഗ്രസ് അതിൻ്റെ പിന്തുണ പിൻവലിക്കുന്നു. സി എച്ച് രാജിവെച്ച് പോകേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ആ കാലത്തെ അങ്ങനെ ഒരു നോമിനൽ റെപ്രസെൻറ്റേഷൻ എന്നതിനപ്പുറത്ത് അങ്ങനെ ഒരു പ്രാതിനിധ്യം കിട്ടി എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ബഷീർ ഈ ഇന്ത്യൻ സാഹചര്യം വിശദീകരിച്ചല്ലോ. ഇന്ത്യൻ സാഹചര്യം വിശദീകരിക്കുമ്പോൾ അതിൽ നിന്ന് ഡിഫറൻ്റ് ആണ് കേരളം എന്നും പറഞ്ഞല്ലോ. കേരളം ഡിഫറൻ്റ് ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൊണ്ട് നമ്മൾ പരിഗണിക്കണം. അപ്പോൾ മണിപ്പൂർ ആകെ 8.4% മുസ്ലിം പോപ്പുലേഷൻ അവിടെ ഉള്ളൂ. എന്നിട്ടും അതിൻ്റെ തുടക്ക സമയത്ത് അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ മുഖ്യമന്ത്രിയോ ഒരാൾ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായി എന്നുള്ള അവസ്ഥ അവിടെയുണ്ട്. മഹാരാഷ്ട്ര എടുത്താൽ ഏതാണ്ട് 11 മുതൽ 12% വരെ മുസ്ലിം പോപ്പുലേഷൻ അവിടെ ഉള്ളൂ. അവിടെ ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രി ആക്കുന്നതിൽ വലിയ അപാകം അന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് തോന്നിയില്ല, അവിടുത്തെ ജനതയ്ക്കും തോന്നിയിട്ടില്ല. ബീഹാറിൽ ഏതാണ്ട് 17% ഉള്ളൂ മുസ്ലിങ്ങൾ. അവിടെയും ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുന്നു. കേരളവുമായിട്ട് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ അസം മാത്രമാണ് ഒരുപക്ഷെ കേരളത്തെക്കാൾ കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ളൊരു സംസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വെച്ചാൽ അവിടെ ഒരു 34-35% മുസ്ലിം പോപ്പുലേഷൻ. ജമ്മു കാശ്മീരിനെ നമ്മൾ മാറ്റി നിർത്തി. ജമ്മു കാശ്മീരിനെ ഓഫ് കോഴ്സ് മാറ്റി നിർത്തുന്നു. കാരണം ജമ്മു കാശ്മീരിൽ തുടർച്ചയായിട്ട് മുസ്ലിം മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് അബ്ദുള്ളയുണ്ട്, ഫറൂഖ് അബ്ദുള്ളയുണ്ട്, ഉമർ അബ്ദുള്ളയുണ്ട്, മുഫ്തി മുഹമ്മദ് സയ്യിദ്. മുസ്ലിം മുഖ്യമന്ത്രിമാരേ ഉണ്ടായിട്ടുള്ളൂ. മുസ്ലിം മുഖ്യമന്ത്രിമാരേ ഉണ്ടായിട്ടുള്ളൂ. അത് വേറൊരു സിനാരിയോ ആണ്. അത് നമ്മൾ മാറ്റി നിർത്തുന്നു. ബാക്കി സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അസം മാത്രമാണ് ഒരുപക്ഷെ മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടായ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആ കണക്കെടുത്താൽ കേരളത്തെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. കേരളത്തിലാകട്ടെ 27 മുതൽ 28% വരെ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് കേരളത്തിൽ. നമ്മൾ മുഖ്യമന്ത്രിമാരുടെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ടേം പൂർത്തിയാക്കിയ 2 ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ, അല്ലെങ്കിൽ ഫുൾ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരായിട്ടാണെങ്കിൽ പോലും ഫുൾ ടേം പൂർത്തിയാക്കിയ ക്രിസ്ത്യൻ പേരുള്ള മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനത് ക്രിസ്ത്യൻ പേരുള്ള എന്നാ പറയുന്നത്. എല്ലാവരുടെയും പേര് തന്നെയാണ് പരിഗണിക്കുന്നത്. പ്രാതിനിധ്യം പക്ഷേ അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ എന്നിട്ട് പോലും ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 17 മുതൽ 18% വരെ ഉള്ളൂ. 10% അധികമുണ്ട് കേരളത്തിൽ മുസ്ലിം പോപ്പുലേഷൻ. 27 മുതൽ 28% വരെ ഉണ്ട്. എന്നിട്ട് പോലും ഈ 50 ദിവസത്തെ CH മുഹമ്മദ് കോയ മന്ത്രിസഭ എന്നത് ഒഴിച്ചാൽ വേറെ പേര് പറയാൻ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഭയങ്കര കോൺട്രഡിക്ഷനെയും കേരളത്തിലെ മുസ്ലിം സമൂഹത്തെയും നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് കമ്പയർ ചെയ്യാവുന്നതാണ്.
ഒന്ന് സോഷ്യൽ സ്ട്രാറ്റജിയിലെ അവരുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഏറെക്കുറെ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ഏറെക്കുറെ തുലനം ചെയ്യാവുന്ന സോഷ്യൽ സ്ട്രാറ്റയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെതും, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഹിസ്റ്റോറിക്കലി അത് അങ്ങനെയായിരുന്നു. ജനസംഖ്യയുടെ കാര്യത്തിൽ ഈഴവ സമൂഹം മുസ്ലിം സമൂഹത്തെക്കാൾ അല്പം കുറവാണ്. പക്ഷേ ഈഴവ സമൂഹത്തിന് 3 മുഖ്യമന്ത്രിമാർ അല്ലേ? ഈഴവ സമൂഹത്തിൽ നിന്നുള്ള 3 മുഖ്യമന്ത്രിമാർ, അതിൽ 3 മുഖ്യമന്ത്രിമാർ. ആർ ശങ്കർ 3 മുഖ്യമന്ത്രിമാർ, പക്ഷേ 4 ടേം. ആർ ശങ്കർ, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ എന്ന് പറയാം. നായർ സമൂഹത്തിനും മുഖ്യമന്ത്രിമാർ, പല മുഖ്യമന്ത്രിമാർ, കെ കരുണാകരൻ, PK വാസുദേവൻ നായർ, C അച്യുതമേനോൻ, അങ്ങനെ പല മുഖ്യമന്ത്രിമാരുണ്ടായി. EMS നമ്പൂതിരിപ്പാടുണ്ടായി, 2 ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുണ്ടായി. എന്നാൽ ജനസംഖ്യയിൽ 27% വരുന്ന ഒരു സമൂഹത്തിന് 50 ദിവസത്തെ പ്രാതിനിധ്യമേ ഈ ഭരണത്തിൻ്റെ ഈ ചീഫ് എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ കിട്ടിയുള്ളൂ എന്നത്, അതിൻ്റെ കാരണങ്ങൾ നമുക്ക് നേർക്കുനേരെ അല്ലെങ്കിൽ ഒരു ഒറ്റക്കാരണം അല്ലെങ്കിൽ വളരെ എക്സ്പ്ലിസിറ്റായ കാരണങ്ങൾ എന്ന് പറഞ്ഞ് അനലൈസ് ചെയ്യാൻ പറ്റില്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ പല പ്രത്യേകതകൾ കൊണ്ട്, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ തന്നെ, മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ തന്നെ ഡിസ്ട്രിബ്യൂഷനിൽ വന്ന ചില പാറ്റേൺ കൊണ്ടുകൂടിയാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത് എന്നാണ്. രാഷ്ട്രീയ നേതാക്കളില്ലാത്തത് കൊണ്ടാണ് സംഭവിക്കാത്തത് എന്നാണ് പ്രത്യക്ഷത്തിൽ ആളുകൾ കാണുക. ആ സ്റ്റാച്ചറുള്ള നേതാക്കൾ ഉണ്ടായില്ല എന്നാണ് ആളുകൾ കാണുക. പക്ഷേ അതല്ല കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല കാരണം എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഭരണം നിയന്ത്രിക്കുന്ന 2 മുന്നണികളുടെ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലീഡേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 1996-2001 LDF അധികാരത്തിൽ വന്ന സമയം, ആ സമയത്ത് വേണമെങ്കിൽ അന്ന് സുശീല ഗോപാലൻ, EK നായനാർ ഇവരായിരുന്നു മുഖ്യമന്ത്രി പദത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട നേതാക്കൾ. ആ മന്ത്രിസഭയിൽ പാലോളി മുഹമ്മദ് കുട്ടി ഉണ്ടായിരുന്നു. പാലോളി മുഹമ്മദ് കുട്ടിയെ വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നൊരു സാഹചര്യം ഒന്നുണ്ടായിരുന്നു. കാരണം ഞാൻ പറയുന്നത്, അഴിമതി ആരോപണം ഒന്നും പറയാനില്ലെങ്കിൽ പോലും മറ്റ് രീതിയിൽ EK നായനാരേക്കാളും കുറെ കൂടെ ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സിയും ഉണ്ടാക്കാത്ത, കൃത്യമായ പാർട്ടി ഡിസിപ്ലിൻ പാലിച്ചു പോകുന്ന, ഒരു തരത്തിലും പാർട്ടിക്ക് അതീതമായി അഭിപ്രായം പറയാത്ത ഒരു നേതാവായിരുന്നു പാലോളി മുഹമ്മദ് കുട്ടി. പാലോളി യഥാർത്ഥത്തിൽ 2006 പാലോളിയുടെ പേര് വളരെ സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ VSൻ്റെ ഒരു തേരോട്ടം, VS മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാതെ പാലോളിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. പക്ഷേ അത് പാർട്ടിക്കകത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇല്ലാതായി പോവുകയാണ് ചെയ്തത്. VSനെ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിജയത്തിന് നേതൃത്വം നൽകിയ VSനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് തഴഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ ഓർത്ത് കേന്ദ്ര നേതൃത്വം തന്നെയാണ് യഥാർത്ഥത്തിൽ പാലോളിയുടെ പേര് മാറ്റി VSനെ തന്നെ മുഖ്യമന്ത്രിയാക്കിയത്. അതിനുമപ്പുറത്ത് ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിയുണ്ട്, EK ഇമ്പിച്ചി ബാബയുണ്ടായിരുന്നു, ഒരുപാട് നേതാക്കൾ. ഇപ്പോഴത്തെ കോൺഗ്രസിനെ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു സർട്ടൻ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള മുന്നണി രാഷ്ട്രീയത്തിൽ ആര്യാടൻ മുഹമ്മദിനെ പോലെ ഒരു നേതാവ് വഹിച്ച പങ്ക് ചെറുതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ, UDF രാഷ്ട്രീയത്തിൽ, പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് കണ്ട ഉമ്മൻചാണ്ടിയേക്കാൾ കൈയടക്കത്തോടുകൂടെ പാർലമെൻ്ററി രാഷ്ട്രീയം കൈകാര്യം ചെയ്തൊരു നേതാവായിട്ട് ആര്യാടൻ മുഹമ്മദ് നമ്മൾ കാണേണ്ടി വരും. കാരണം നമ്മൾ നിയമസഭാ പ്രൊസീഡിങ്സ് ഒക്കെ കാണുമ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു കാര്യഗ്രഹണ ശേഷിയും അത് പറയുന്ന രീതിയും, പ്രതിപക്ഷത്താണെങ്കിൽ ഭരണപക്ഷത്തെ ആക്രമിക്കുന്ന രീതിയും, ഭരണപക്ഷത്താണെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന രീതിയൊക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന ഒരു പാർലമെൻ്ററി സ്റ്റേച്ചർ ഒരുപക്ഷെ നമ്മൾ AK ആന്റണിക്കോ ഉമ്മൻചാണ്ടിക്കോ ഇല്ലാതെ പറയേണ്ടി വരും. കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമെടുത്താൽ ഒരു ആര്യാടൻ മാത്രമല്ല, യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചരിത്രം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൽ തുടങ്ങുന്നതാണ്. അത് ഐക്യ കേരളത്തിന് മുമ്പാണെന്ന് പറയാം. പക്ഷേ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ഒരാൾ ജീവിച്ച് മരിച്ച മണ്ണാണ് ഇത്. അതിനുശേഷം ഒരുപാട് നേതാക്കന്മാർ, നഫീസത്ത് ബീബിയുണ്ട്, TO ബാവയുണ്ട്, തലേക്കുന്നിൽ ബഷീറുണ്ട്, MM ഹസനുണ്ട്, ഇങ്ങനെ ഒരുപാട് നേതാക്കൾ ആ സാമൂഹിക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ചീഫ് മിനിസ്റ്റർ മെറ്റീരിയലിലേക്ക് അത് പരുവപ്പെടാതിരിക്കുകയാണോ അതോ പരുവപ്പെടുത്താതിരിക്കുകയാണോ എന്നുള്ളതാണ് എനിക്ക് ഈ 2 സാഹചര്യത്തിലും എൻ്റെ ഒരു സംശയം. അതിപ്പോൾ
CPM LDF രാഷ്ട്രീയമാണെങ്കിലും കോൺഗ്രസ് UDF രാഷ്ട്രീയമാണെങ്കിലും അതിനെ പരുവപ്പെടുത്താതിരിക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിലൊരു സ്റ്റിഗ്മ അവിടെയുണ്ട്. കാരണം കേരളത്തിൻ്റെ പൊതു അന്തരീക്ഷത്തിൽ ഒരു മുസ്ലിം ലീഡറെ മുൻനിർത്തിക്കൊണ്ട് ഒരു എലക്ഷൻ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അയാളെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഒരു ഭരണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിന് സ്വീകാര്യമല്ലാത്ത ഒരു സംഗതിയാണ് എന്ന തോന്നൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും ഭരിക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതണം. അതുകൊണ്ട് കൂടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് വയ്ക്കപ്പെടാതെ പോകുന്നത്. ഇപ്പോൾ പാലോളി മുഹമ്മദ് കോട്ടയെ മുൻനിർത്തി ഒരു ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ച് അത് യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം വെച്ചാൽ അവർക്കത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ യാതൊരു പ്രയാസവുമില്ല. പക്ഷേ അതിലേക്ക് പോകാൻ അവർക്ക് ഒരുപക്ഷെ സാധിക്കുന്നില്ല. അതിന് അവരെ തടയുന്ന പ്രധാനപ്പെട്ട ഘടകം, അങ്ങനെ ഒരാളെ മുൻനിർത്തി ഇലക്ഷൻ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങളും ക്രിസ്ത്യൻ സമൂഹവും അതിനെ പിന്തുണയ്ക്കുമോ എന്ന അനാവശ്യമായ ഭയമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പുറത്തും അതുപോലെ തന്നെയാണ്, കോൺഗ്രസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെയാണ്. ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെയോ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെയോ മുൻനിർത്തി ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്നത് പോലെ ഒരു വിന്നിങ് കോമ്പിനേഷൻ അല്ല ഒരു മുസ്ലിം ലീഡറെ മുൻനിർത്തി ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്നത് എന്ന എന്തോ ഒരു തെറ്റിദ്ധാരണ അവരെയും ഭരിക്കുന്നുണ്ട്. അങ്ങനെ ഭരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഒരു ഇന്ത്യൻ പൊതു രാഷ്ട്രീയ സാഹചര്യമായിരിക്കാം. പക്ഷേ അതിന് വിരുദ്ധമായൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമൂഹവും രാഷ്ട്രീയ സമൂഹമാണ് കേരളം. എന്നിട്ട് പോലും ഇത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടെന്നാണ്. രാജീവ് പറഞ്ഞ ഈ ആസ്പെക്റ്റ് അവിടെ ഉണ്ട്. വളരെ തീർച്ചയായും അങ്ങനെ ഒരു സ്റ്റിഗ്മ അവിടെയുണ്ട്. പക്ഷേ അത്രമാത്രം ലളിതമാണത് എന്നും ഞാൻ കരുതുന്നില്ല. അതിനുമപ്പുറത്ത് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഒരു ട്രജക്ടറി ഇതിന് കാരണമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാകുന്നത്? രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പദം പോലെ ഉള്ള ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്ക് എത്തേണ്ട നേതാക്കൾ ആകാശത്തുനിന്ന് പൊട്ടി വീഴല്ലല്ലോ ചെയ്യാം. അവർ ഒരു ജനതയുടെ രാഷ്ട്രീയ അഭിലാഷങ്ങളിൽ നിന്നാണ് നേതാക്കൾ ഉണ്ടാവുക. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് എങ്ങനെയാണ് ഈ കക്ഷി രാഷ്ട്രീയത്തിൽ, ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഘടനയിൽ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ വോട്ട് വിന്യസിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം നേതാക്കളുണ്ടായി, പക്ഷേ അതായത് പ്രധാനപ്പെട്ട മുന്നണികളിൽ, പ്രധാനപ്പെട്ട പാർട്ടികളിൽ CPIM-ലും കോൺഗ്രസിലും മുസ്ലിം നേതാക്കളുണ്ടായി. പക്ഷേ അവർക്ക് പിന്നിൽ മുസ്ലിം ജനതയുണ്ടായോ എന്ന ചോദ്യമുണ്ട്. മുസ്ലിം വോട്ട് ബാങ്ക് അവിടെ ഉണ്ടായിരുന്നോ എന്ന ചോദ്യമുണ്ട്. സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജനവിഭാഗം അതിൻ്റെ വോട്ടിനെ വിഭജിച്ച് നൽകിയാൽ, പല പല ചേരികളിലേക്ക് വിഭജിച്ച് നൽകിയാൽ അതിന് പിന്നെ ഒരു കളക്റ്റീവായ അഭിലാഷം എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. കളക്റ്റീവായ ഒരു ആസ്പിറേഷൻ അതിന് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള ജനാഭിലാഷത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ബഹുജന നേതാക്കൾ ഉണ്ടായി വരൂ. പാലോളി മുഹമ്മദ് കുട്ടിക്ക് അതുണ്ടായിരുന്നില്ല, EK ഇമ്പിച്ചിബാബക്ക് ഉണ്ടായിരുന്നില്ല, കോൺഗ്രസിനകത്ത് മുസ്ലിം നേതാക്കൾക്കും അതുണ്ടായിരുന്നില്ല. ഇതാണ് ഇതിലുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതത്ര സ്വീകാര്യമായ ഒരു വിശദീകരണമല്ല. അതിനോട് യോജിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആര് മുൻകൈ എടുക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം പ്രാതിനിധ്യം നിയമസഭയിലാണെങ്കിലും മന്ത്രിസഭയിലാണെങ്കിലും, അതിപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത് IUML മുസ്ലിം ലീഗിൻ്റെ പേരിലായിരിക്കും നിയമസഭയിലെ പ്രാതിനിധ്യവും മന്ത്രിസഭയിലെ പ്രാതിനിധ്യവും ഉണ്ടാവുക. CPM-ൻ്റെ നേതൃത്വത്തിൽ LDF അധികാരത്തിൽ വരികയാണെങ്കിൽ അവരുടെ പാനലിൽ ജയിച്ചു വന്ന മുസ്ലിം നാമധാരികളായ നേതാക്കളുടെ പേരിലായിരിക്കും അത് രജിസ്റ്റർ ചെയ്യപ്പെടുക. ഈ ഒരു കോൺട്രഡിക്ഷൻ അവിടെയുണ്ട്. പക്ഷേ എന്തുകൊണ്ട് മുസ്ലിം ജനത ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ LDF ഇതിൻ്റെ ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പിൻ്റെ പുറകിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അവരെ ആ വിധത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ഈ പൊളിറ്റിക്കൽ സിസ്റ്റവും ഈ മുന്നണികളും തയ്യാറായിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ ആര്യാടൻ മുഹമ്മദിൻ്റെ കാര്യം പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ് മലപ്പുറത്തും നിലമ്പൂരിൽ നിന്നും നിരന്തരം ജയിച്ചു വരുമ്പോൾ ആര്യാടൻ മുഹമ്മദ് ലീഗിനോടുകൂടെ ഫൈറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ജയിച്ചു വരുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അവിടെ മുസ്ലിം വോട്ട് വളരെ നിർണായകമായൊരു മണ്ഡലത്തിൽ ലീഗിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു ലീഡറായ ആര്യാടൻ മുഹമ്മദ് ജയിച്ചു വരുന്നുണ്ട് എങ്കിൽ ആ വിഭാഗത്തിൻ്റെ പിന്തുണ ആർജിക്കാൻ പാകത്തിലൊരു ഡിസിഷൻ കോൺഗ്രസ് എടുക്കണം. ആര്യാടന് ഒരു കൊള്ളാവുന്ന പദവിയോ കൊള്ളാവുന്ന പൊസിഷനോ കൊടുത്ത് ആര്യാടനെ പ്രോത്സാഹിപ്പിച്ച് ആര്യാടനെ ആ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി ഉയർത്തി കാണിക്കാൻ കോൺഗ്രസ് ലീഡർഷിപ്പ് തീരുമാനിച്ചാൽ മാത്രമേ
മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്തുണ കൂടുതലായി ആ പാർട്ടിയിലേക്ക് വരുള്ളൂ. ഇപ്പുറത്തും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇ കെ എംബിജിവാവയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ പാലിന് മുഹമ്മദ് കുട്ടിയോ ഇ കെ എംബിജിവാവയോ മുസ്ലിം എന്നുള്ള കാറ്റഗറിയിലേ അല്ല. ഒരുപക്ഷെ എളമരം കരീം പോലും സി പി എമ്മിൻ്റെ ഏത് ലീഡർ എടുത്താലും അതൊരു മുസ്ലിം, അത് കോൺഗ്രസിൻ്റെ അങ്ങനെ തന്നെ മുസ്ലിം എന്ന കാറ്റഗറിയിലല്ല ഈ ലീഡേഴ്സ് ഒന്നും വളർന്നു വലുതാവുന്നതോ പൊസിഷൻസിലേക്ക് എത്തുന്നതോ. പക്ഷേ ആ സമുദായത്തിൻ്റെ പിന്തുണ കുറെ കൂടെ ആർജിക്കണം എന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ തിങ്കിങ് പാറ്റേൺ, സമുദായത്തിൻ്റെ പിന്തുണ ആർജിക്കണം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യുക, എല്ലാ വിഭാഗത്തിലും ഒരേപോലെ സ്വാധീനമുള്ളൊരു പാർട്ടി ഞാൻ അംഗീകരിക്കുന്നു എന്ന തിങ്കിങ് പാറ്റേൺ ആ പാർട്ടി ലീഡർഷിപ്പിനുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൊസിഷൻസ് കൊടുക്കാൻ അവർ തയ്യാറാവണം. അതില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഭാഗം ഞാൻ അംഗീകരിക്കുന്നു. അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ എഫർട്ട് ഈ ഒരു സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്താൻ വേണ്ടി ഉണ്ടാകണം എന്ന വാദം അംഗീകരിക്കപ്പെടണം. പക്ഷേ പ്രാക്ടിക്കലി ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ പല പല കക്ഷികൾ നിന്ന് അധികാരത്തിന് വേണ്ടി ശ്രമം നടത്തുന്ന ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു ജനതയുടെ വോട്ട് ഒരു തരത്തിലും ഉപയോഗപ്രദമല്ലാത്ത വിധത്തിൽ വിന്യസിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നത്. ഈ ഉപയോഗപ്രദമല്ലാത്ത വിധത്തിൽ എന്ന് ഞാൻ പറയുന്നത്, സ്വാതന്ത്ര്യത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് അതിൻ്റേതായ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് പൊളിറ്റിക്കലി വയബിളായ ഒരു ഫോർമേഷനാണ്. അതിന് MLA-മാരുണ്ടായിട്ടുണ്ട്, മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, മന്ത്രിസഭാ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഈ 50 ദിവസത്തെ മുഖ്യമന്ത്രി പദം പോലും അത് CH എന്ന വ്യക്തിയുടെ പ്രഭാവമാണെങ്കിൽ പോലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റെത്രയോ ഫോർമേഷൻസ് ഉണ്ടായി. ഓരോ ഘട്ടത്തിലും മുസ്ലിം സമുദായം ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ പോയി പെടുമ്പോൾ അവിടെ ഒരു മറ്റൊരു ഫോർമേഷൻ ഉണ്ടായിത്തീരും. ഇപ്പോൾ PDPയുടെ കാര്യം 1990കളുടെ തുടക്കത്തിൽ ഈ ബാബറി മസ്ജിദ് പ്രശ്നത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയം ഉടലെടുത്ത് അത് വലിയ തോതിൽ ഫോം ചെയ്തു വന്ന ആ ഘട്ടത്തിൽ ISS ഉണ്ടാക്കുന്നു ആദ്യം, പിന്നെ PDP ആയിത്തീരുന്നു. അതിനു മുമ്പ് MDP എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. ശരീഅത്ത് വിവാദം നടക്കുമ്പോൾ മുസ്ലിം ലീഗ് പിളർന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് മറ്റൊരു ഫ്രാക്ഷൻ പോയി LDF-നോടൊപ്പം ചേരുകയാണ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വെൽഫെയർ പാർട്ടി എന്ന പേരിലൊരു പാർട്ടി ഉണ്ടാകുന്നു, SDPI എന്ന പാർട്ടി ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിം വോട്ടിനെ ഇങ്ങനെ സെക്ടേറിയനായി സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു കളക്റ്റീവ് പൊളിറ്റിക്കൽ ആസ്പിറേഷൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഇവർ ഫ്രാഗ്മെൻറ്റൈസ് ചെയ്ത് കളഞ്ഞു. ഇതാണ് എൻ്റെ അക്കാര്യത്തിലുള്ള പൊസിഷൻ. ലീഗിൻ്റേത് പോലും ലീഗിന് പകരം ഇതൊരു ഹൈപ്പത്തറ്റിക്കൽ സിനാരിയോ ആണ്. ലീഗിലും ഇത്തരത്തിലുള്ള ഫ്രാഗ്മെൻറ്റഡ് ആയ ഫോർമേഷനിലും പോയി മുസ്ലിം സമൂഹം റാലി റൗണ്ട് ചെയ്യുന്നതിന് പകരം അതിന് പിന്നിൽ അത്തരം ഫോർമേഷൻസിന് പിന്നിൽ അണിനിരക്കുന്നതിന് പകരം മുഖ്യധാരാ രാഷ്ട്രീയത്തിലായിരുന്നു മുസ്ലിം സമൂഹം ഉണ്ടായിരുന്നതെങ്കിൽ ഈ മുഖ്യധാരയിലെ പാർട്ടികൾക്കും മുന്നണികൾക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ കൊടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമായിരുന്നു. ഇതാണ് ആർ ശങ്കറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, ഇതാണ് VS-ൻ്റെ കാര്യത്തിലും സംഭവിച്ചത്, ഇത് തന്നെയാണ് പിണറായി വിജയൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. ആ ജനവിഭാഗത്തിൻ്റെ കൂടി പിന്തുണയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്കപ്പ്, ഒരു കളക്റ്റീവായ പിന്തുണ, അതല്ലെങ്കിൽ അവരുടെ ഒരു അഭിലാഷം അതിന് പിന്നിലുണ്ട് എന്ന് വരുമ്പോൾ മാത്രമാണ് ഇത്തരം നേതാക്കൾ മന്ത്രിമാരാകും, MLA-മാരാകും. പക്ഷേ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോകണമെങ്കിൽ അതിന് പിന്നിലൊരു ജനത വേണം. പക്ഷെ അത് പറയുമ്പോഴേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഫ്രാഗ്മെൻറ്റേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഫ്രാഗ്മെൻറ്റേഷനിൽ പോലും എന്തുകൊണ്ട് അവർ ഫ്രാഗ്മെൻറ്റഡ് ആവുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ISS ഉയർന്നു വരുന്നത് അത് ഒരു അഖിലേന്ത്യാ സാഹചര്യത്തിൽ വേറൊരു പൊളിറ്റിക്സ് ഇങ്ങനെ ഉയർന്നു വരുന്നു, ഒരു വളരെ വിഭാഗീയമായൊരു പൊളിറ്റിക്സ് ഉയർന്നു വരുന്നു എന്ന തോന്നലുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ISS ഉയർന്നു വരുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് PDP വരുന്നത്. അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് പോരാ എന്ന തോന്നലിൽ നിന്നാണ് പിന്നീട് NDF-ഓ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടോ അതിൻ്റെ തുടർച്ചയായിട്ട് SDPI-യോ കൊണ്ടായി വരുന്നത്. ഇത് ആ സൊസൈറ്റിക്ക് ഈ സമൂഹത്തിലുണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥയുടെ ഒരു പീക്കിലാണ് ഇത്തരം ചെറുരൂപങ്ങൾ ഉയർന്നു വരുന്നത്. അത് ഫ്രാഗ്മെന്റ് ചെയ്ത് അതിനൊന്നും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അതിൻ്റെ സാഹചര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ പൊളിറ്റിക്കൽ ടേൺ ഔട്ട്, അതിൻ്റെ വയബിലിറ്റി എന്തായിട്ട് ഈ പൊളിറ്റിക്കൽ ടേൺ ഔട്ട് പോലും
ആരാണ് ഈ പൊളിറ്റിക്കൽ ടേൺ ഔട്ട് ഉണ്ടാക്കേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഈ ഫ്രാഗ്മെൻറ്റഡ് ഗ്രൂപ്പുകളല്ല. ഈ ഫ്രാഗ്മെൻറ്റഡ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഒരു വിഭാഗത്തിന് വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് ഈ ഫ്രാഗ്മെൻറ്റഡ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. ഈ വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? അത് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ സംവിധാനങ്ങളുടേതാണ്. അവർക്ക് അരക്ഷിതമായൊരു അന്തരീക്ഷമല്ല ഈ സമൂഹത്തിലുള്ളത് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുണ്ട്. ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കാണ് ആ ഉത്തരവാദിത്വം ഉള്ളത്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നില്ല എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന ഫ്രാഗ്മെൻറ്റഡ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. ആ തോന്നൽ ഉണ്ടാക്കാത്തിടത്തോളം കാലം ഈ സൊസൈറ്റി അവരിൽ ഒരാളുടെ ഏതെങ്കിലും ഒരു ലീഡർഷിപ്പിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം ഒരു നേതാവിന് പിന്നിൽ മുസ്ലിം സമൂഹം ഉറച്ചു നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള രൂപം കൊള്ളുന്ന ഫോർമേഷൻസിന് പൊളിറ്റിക്കൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അതിനൊരു സീലിംഗ് ഉണ്ട്, അതിനൊരു ലിമിറ്റേഷനുണ്ട്. ആ ലിമിറ്റേഷനാണ് 27% ജനസംഖ്യ ഉണ്ടായിട്ടും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം തികയാതെ വരുന്നതും ഒരിക്കൽ പോലും ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താതെ വരുന്നതും. ഇതിലും എനിക്ക് വിരുദ്ധാഭിപ്രായമുള്ളത്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ലേബലിൽ നമ്മൾ മാറ്റി നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഈ ഹിന്ദു വിഭാഗത്തിലെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെയോ ആണ് സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു കള്ളിയിൽ ഒതുക്കി നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അലിഗേറ്റ് ചെയ്യുന്നത്. ഇപ്പുറത്ത് ഇതേപോലെ ഫോം ചെയ്ത ഗ്രൂപ്പുകളുണ്ട്, അത് നമ്മൾ കാണാതെ പോവാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞതാണ്. കേരള കോൺഗ്രസ് എങ്ങനെയാണ് കേരളത്തിൽ രൂപം എടുക്കുന്നത്? പി ടി ചാക്കോയ്ക്കെതിരെ അലിഗേഷൻ, പി ടി ചാക്കോ പുറത്തു പോകുന്നു, അതിനെ തുടർന്നുണ്ടായ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നിട്ട് ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അതൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷനായിരുന്നു. പക്ഷേ പിന്നീട് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്? സഭാ നേതൃത്വത്തിൻ്റെ കൃത്യമായ ആശീർവാദത്തോടും പിന്തുണയോടും കൂടിയിട്ടാണ് അത് ഉയർന്നു വരുന്നത്. ആ ഉയർന്നു വരുന്നതിൻ്റെ തുടർച്ചയിൽ നമ്മൾ കാണുന്നത് വളരെ കംഫർട്ടബിളായിട്ട് LDFൽ തുറന്നുകൊണ്ടിരുന്ന PJ ജോസഫ് പ്രത്യേകിച്ച് ഒരു കാരണവും പറയാതെ സഭാ നേതൃത്വം പറഞ്ഞത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് LDFൽ നിന്ന് പോയി ഐക്യ കേരള കോൺഗ്രസ് രൂപീകരണത്തിന് മുന്നിട്ടിറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതും ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ വേറൊരു രൂപമാണ്. അവിടെ നമുക്ക് യാതൊരു പ്രശ്നമില്ല. ഈ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് കൂടി നമ്മൾ കേരളത്തിലെ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുടെ 4 ടേമുകളെ കാണേണ്ടി വരും. അതവിടെ ഉണ്ട്. സാമൂഹികമായ മുന്നോക്കാവസ്ഥയിലുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെയും സാമൂഹികമായ അധസ്ഥിതാവസ്ഥയിലായിരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ രൂപങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒന്ന്, അത് ഇപ്പോൾ നമ്മൾ ഇന്നലെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്നത് ഏറെക്കുറെ ചരിത്രത്തിലുടനീളം സ്റ്റേബിളായി കിടക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈഴവ സമൂഹത്തിൻ്റെതും മുസ്ലിം സമൂഹത്തിൻ്റെതും ഗ്രാജ്വലി വളർന്ന് വരികയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു പോയിൻ്റ് ഇത്രയേ ഉള്ളൂ, മറിച്ചായിരുന്നെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം ഇങ്ങനെ ഫ്രാഗ്മെൻറ്റഡായി സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ സാമുദായിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും ഗ്രൂപ്പുകൾക്കും അപ്പുറത്തേക്ക് മുഖ്യധാരയിലെ ഏതെങ്കിലും ഒരു പാർട്ടിയിലോ 2 പാർട്ടിയിലോ ഭൂരിപക്ഷം അലൈൻ ചെയ്തിരുന്നുവെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൻ്റെ അവസ്ഥയിൽ അവരുടെ സ്റ്റേക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആകുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉള്ളിടത്ത് മാത്രമേ നേതാക്കൾ എമർജ് ചെയ്തു വരൂ എന്നതാണ് എൻ്റെ പോയിന്റ്. പക്ഷേ അതില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ ആരെയും പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ CPMനെ സംബന്ധിച്ച് PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഒരു ഷോർട്ട് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഹൈപ്പ് കിട്ടിയൊരു നേതാവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മന്ത്രിസഭയിൽ അംഗത്വം ലഭിക്കുന്നു, CPMൻ്റെ ഘടനയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്തപ്പെടുന്നു, വേണമെങ്കിൽ അടുത്ത സമ്മേളനത്തിൽ ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താൻ പാകത്തിലേക്കുള്ള ഒരു ഹൈറ്റ് PA മുഹമ്മദ് റിയാസിന് ഉണ്ടാവുന്നു എന്നുള്ളൊരവസ്ഥ ഞാൻ CPMനെ സംബന്ധിച്ച് മാത്രമാണത് പറയുന്നത്, ഉണ്ട്. പക്ഷേ അപ്പോൾ പോലും അങ്ങനെ ഉയർന്നു വരുന്നൊരു നേതാവിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു പ്രചരണം നയിക്കുന്ന ആളുകൾ ആരൊക്കെയെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, മരുമോനിസം എന്നുള്ളൊരു പേര് എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ കോയിൻ ചെയ്യപ്പെടുന്നത്? അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് പൊട്ടൻഷ്യലായിട്ട് ഉയർന്നു വരാൻ, ആ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ളൊരു നേതാവിനെ പോലും അയാളുടെ സാധ്യതയെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം അവിടെ പാരലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സിനാരിയോടെ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അത് നമ്മൾ കാണാൻ റിയാസിനെയും പാലോളിയെയും ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും കമ്പയർ ചെയ്യുന്നത് പറയുന്നത് തുടർച്ചയല്ല. മുഹമ്മദ് റിയാസ് ആദ്യത്തെ ടേമിൽ തന്നെ അധികാരത്തിൽ എക്സിക്യൂട്ടീവ് പവറിലേക്ക് കയറി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനെയാണ് ആളുകൾ പിന്നെ അതിൻ്റെ
മറ്റുള്ളവർ പല വഴി താണ്ടി വരേണ്ട ഒരു പൊസിഷനിലേക്ക് നേരെ അങ്ങനെ അതിലൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ആദ്യത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ എക്സിക്യൂട്ടീവ് പവറിലേക്ക് വന്ന എത്രയോ നേതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്, എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്കാർക്കും ഈ വിമർശനത്തിന്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. വിമർശനം അവർക്കാർക്കും നേരിടേണ്ടി വരുന്നില്ല. എൻ്റെ പോയിന്റ് ഇവിടെ ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. മുഹമ്മദ് റിയാസ് ഉണ്ട്, ഇപ്പുറത്ത് ഷാഫി പറമ്പിലുണ്ട്. ഇവരുണ്ടാകും, ഇവർ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്താം, മന്ത്രിസഭയിലുണ്ടാകും, ഷാഫിയും അതുപോലെയുള്ള വലിയ പൊസിഷനിലേക്ക് എത്താം. പക്ഷേ അവർ ഉമ്മൻചാണ്ടി ആകണമെങ്കിൽ, അവർ VS അച്യുതാനന്ദനോ പിണറായി വിജയനോ ആകണമെങ്കിൽ ഈ ഇക്വേഷൻ മതിയാവില്ല. ഈ ഇക്വേഷനിൽ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗം ഈ രണ്ട് ഫോർമേഷനുകളിലേക്ക് വിശാലമായ രാഷ്ട്രീയത്തിലേക്ക്, വിശാലം എന്ന വാക്കൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാം, പക്ഷേ കുറെ കൂടി റിസൾട്ട് ഉണ്ടാക്കുന്ന, കുറെ കൂടി വയബിളായ രാഷ്ട്രീയത്തിലേക്ക് മുസ്ലിം സമൂഹം അലൈൻ ചെയ്തു നിന്നാൽ മാത്രമേ ആ സമൂഹത്തിൽ നിന്ന് നേതാക്കൾ ചീഫ് മിനിസ്റ്റർ മെറ്റീരിയലിലേക്ക് ഉയരൂ. അല്ലെങ്കിൽ അവർ ഇൻഡിവിജ്വൽ നേതാക്കളായി അവിടെ ഉണ്ടാകും, പക്ഷെ അവർക്ക് പിന്നിൽ ഒരു ജനതയുടെ പൊളിറ്റിക്കലായ ആസ്പിറേഷൻ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇപ്പോഴത്തെയും ഈ പറയുന്ന അലൈൻമെൻ്റ് ഇല്ലാതെ തന്നെ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഒരാളെ പ്രതിഷ്ഠിക്കാൻ ഉള്ളൊരു കഴിവ് ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ CPM-നും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിത് രാജീവ് ഒരു കാര്യം കട്ടിങ് അക്രോസ്, അതായത് അതിൻ്റെ മത സാമുദായിക പരിഗണനകൾ, ജാതി പരിഗണനകളൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഒരു ലീഡറെ പ്രൊജക്റ്റ് ചെയ്ത് പ്രതിഷ്ഠിച്ച് കൊണ്ടുവരാൻ കഴിയുന്നൊരു സംവിധാനം ഇപ്പോഴും കോൺഗ്രസിനും CPM-നും ഉണ്ട്. പക്ഷെ അവരതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ പറയുന്ന ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇത് വർക്കാവോ ഇല്ലയോ എന്ന അടിസ്ഥാനമില്ലാത്ത സംശയത്തിൻ്റെ പുറത്താണ് അവരതിൽ നിന്ന് മാറിയിരിക്കുന്നതെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, മുഖ്യമന്ത്രി പദത്തിലെത്തിയ നേതാക്കന്മാരുടെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ ഏതെങ്കിലും ഒരു മറ്റ് സമുദായത്തിന് സ്വീകാര്യനല്ലാതിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ എ കെ ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തുന്ന പ്രസ്താവന എന്താ? കേരളത്തിലെ ന്യൂനപക്ഷ സമുദായം സംഘടിതമായി നിന്നുകൊണ്ട് ഈ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുകയാണ് എന്നൊരു പ്രസ്താവന മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എ കെ ആൻ്റണി നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്ന് എ കെ ആൻ്റണി ആ പ്രസ്താവന നടത്തുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് പോലും എ കെ ആൻ്റണിക്ക് കേരളത്തിലെ വിവിധ വിഭാഗങ്ങളുടെ പിന്തുണ തുടർന്നും ലഭിച്ചിട്ടുണ്ട്. അത് അയാളുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഈ ഒരു സിനാരിയോ അവിടെ ഉണ്ട്. ആ സിനാരിയോ ഉണ്ടായിരിക്കെ മുസ്ലിം സമുദായത്തിന് ഇപ്പോൾ IUML എന്നൊരു പാർട്ടി ഉണ്ട്, അവരിലേക്ക് കൂടുതലായിട്ട് ആളുകൾ അലൈൻ ചെയ്ത് നിൽക്കുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പൊസിഷൻ നിഷേധിക്കുക? IUML എന്ന പാർട്ടിക്ക് പോലും CH മുഹമ്മദ് കോയയോ ഔക്കാദർ കുട്ടി നഹയോ ഉപമുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്തതിനപ്പുറത്ത് വേണമെങ്കിൽ അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യാവുന്ന സാഹചര്യം പിൽക്കാലത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കത് ക്ലെയിം ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യം കേരളത്തിൽ എങ്ങനെ വരുന്നു? ആ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകുന്നത്? അവിടെ നമ്മൾ സമുദായം ഇങ്ങനെ അലൈൻ ചെയ്ത് നിന്നാലേ ഈ ആനുകൂല്യം കിട്ടൂ എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല. ഇപ്പോൾ കേരളത്തിൽ ഈഴവ സമുദായം എങ്ങോട്ടെങ്കിലും അലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. CPM-ന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം അത് 3 ഘടകമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. CPM-നാണ് ഇപ്പോഴും എഡ്ജ്, BJP-യിൽ കുറച്ച് ഭാഗമുണ്ട്, കോൺഗ്രസിനുണ്ട് കുറച്ച് ഭാഗം. പക്ഷേ ഈഴവ സമുദായത്തിന് VS അച്യുതാനന്ദനും 2 ടേം പിണറായി വിജയനും അവർ ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധികളായിട്ടല്ല അവർ മുഖ്യമന്ത്രി ആവുന്നതെങ്കിൽ കൂടി വേണമെങ്കിൽ അത് ക്ലെയിം ചെയ്യാം. നായർ കമ്മ്യൂണിറ്റി എവിടെ അലൈൻ ചെയ്തിട്ടാണ് EK നായനാരും CH നായനാരും മുഖ്യമന്ത്രി ആവുന്നത്? അവർ CPM-നോടോ CPI-യോടോ പറഞ്ഞല്ലോ രാജീവ്, ഈ സാമൂഹികമായ ഉയർന്ന അവസ്ഥയിലുള്ള സമൂഹങ്ങളെയും സാമൂഹിക സ്ട്രാറ്റയിൽ താഴെയുള്ള സമൂഹങ്ങളെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നായർ സമൂഹത്തിൻ്റെ പൊളിറ്റിക്കൽ ക്ലൗട്ട് കുറഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നു. എന്ന് പറഞ്ഞാൽ വലിയ മേധാവിത്വം നേരത്തെ ഉണ്ടായിരുന്നു. ഈഴവ സമൂഹത്തിൻ്റെത് കൂടി വരുന്നതും നമ്മൾ കാണുന്നു. ഞാൻ നേരത്തെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കാര്യം തുടക്കത്തിൽ തന്നെ മെൻഷൻ ചെയ്തത്, കേരളത്തിലെ മുസ്ലിം നേതൃത്വത്തോട്, മുസ്ലിംകളായ ഇൻഡിവിജ്വൽ ലീഡേഴ്സിനോട് ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിഗ്മയോ അനിഷ്ടമോ അവേഷനോ ഉണ്ടായിരുന്നില്ല എന്നതിന് ഏറ്റവും ആദ്യത്തെ തെളിവാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ഈ കേരളത്തിൽ നിന്ന്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് ഇതുവരെ ജനിച്ചതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സ്റ്റാച്ചറിലുള്ള നേതാവ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരുന്നു. അദ്ദേഹത്തെ ആരും സ്വീകരിക്കാതിരുന്നിട്ടില്ലല്ലോ. ഇല്ല, അത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു.
അതിനുശേഷം ഈ നാട്ടിൽ മുസ്ലിം രാഷ്ട്രീയത്തിൽ സംഭവിച്ച അലൈൻമെൻറ്റ്സ് അത് സെക്ടേറിയനായിരുന്നു. അങ്ങനെ സെക്ടേറിയനായി പോകേണ്ട ഒരു അന്തരീക്ഷവും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇനി അവശേഷിക്കുന്നില്ല. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനുണ്ട്, കൾച്ചറൽ പാർട്ടിസിപ്പേഷനുണ്ട്, ലിറ്റററി മേഖലയിൽ പാർട്ടിസിപ്പേഷനുണ്ട്, എക്കണോമിയിൽ പാർട്ടിസിപ്പേഷനുണ്ട്, സാമ്പത്തികമായ വലിയ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ശേഷവും നമ്മൾ വേറിട്ട് അലൈൻ ചെയ്ത് നിൽക്കുമെന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. അതിനിടക്കാലത്ത് വന്ന രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ, ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഘട്ടത്തിലെല്ലാം ചില മേഖലകളിൽ ചില ഫ്രാഗ്മെൻറ്റ്സ് ഇങ്ങനെ പൊട്ടിച്ചെതറി ഈ വോട്ടിൻ്റെ ഒരു സ്പോയിലേഴ്സായി തീരുക എന്നതാണ് നമ്മൾ PDPയുടെ കാര്യത്തിൽ കണ്ടത്, SDP കാര്യത്തിൽ കണ്ടത്, വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ കാണുന്നത്, MDP എന്ന പഴയ പാർട്ടിയുടെ കാര്യത്തിൽ കാണുന്നത്, അഖിലേന്ത്യാ ലീഗിൻ്റെ കാര്യത്തിൽ കാണുന്നത് സ്പോയിലേഴ്സായി തീരുക എന്നതാണ്. എൻ്റെ ഒറ്റ പോയിൻ്റേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഇതിൽ ഏറെ നേരം തർക്കിച്ചിട്ട് കാര്യമില്ല. രാജീവ് വളരെ സ്ട്രോങ് ആയ ഒരു പോയിൻ്റാണ് ഉന്നയിക്കുന്നത്. എൻ്റെ ഒരു വിയോജിപ്പേ ഉള്ളൂ. വേണമെങ്കിൽ മുസ്ലിം സമൂഹത്തിന് അവരുടെ ഡെസ്റ്റിനിയെ തിരിച്ചിടാമായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് അവരുടെ ഡെസ്റ്റിനെ ഇപ്പോഴും അവർക്ക് നിശ്ചയിക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് അവരൊരു ഒരു 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 ഭാഗത്തേക്ക് അലൈൻ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഒരു ഭാഗത്തേക്ക് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരുപാട് വിഭാഗങ്ങൾ, ഒരുപാട് രാഷ്ട്രീയ ഫോർമേഷനുകൾ വേറെ സമൂഹങ്ങളിലും ഉണ്ട്. അവർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് സ്വന്തമായി ആ സമുദായത്തിൻ്റെ ഭൂരിപക്ഷ പിന്തുണയുള്ള, ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ആ സമുദായത്തിൻ്റെ ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം, ഞാൻ മുസ്ലിം ലീഗിനെ ഉദ്ദേശിക്കുന്നത്, അവരവിടെ ഉണ്ട്. അവർക്ക് സ്ഥിരമായി ജയിച്ച് കിട്ടാവുന്ന സീറ്റുകൾ അവിടെ ഉണ്ട്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും അവർക്ക് പരമാവധി ഒരു 10 സീറ്റ് വരെയെങ്കിലും ജയിക്കാവുന്നൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ടോപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വരാതിരിക്കണം അല്ലെങ്കിൽ വരില്ല എന്ന് പറയുന്നതിലെ യുക്തി അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. മുസ്ലിം ലീഗിന് വളരാവുന്നിടത്തോളം മാത്രമേ മുസ്ലിം സമൂഹത്തിന് വളരാൻ കഴിയൂ എന്ന സാഹചര്യം. ഇതാ രാഷ്ട്രീയത്തിൻ്റെ ലിമിറ്റേഷനാണത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പദം പോട്ടെ, ഉപമുഖ്യമന്ത്രി പദം പോലും ചോദിക്കാത്തത്? യഥാർത്ഥത്തിൽ VD സതീശൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന VD സതീശൻ, KC വേണുഗോപാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടിയുമായി കമ്പയർ ചെയ്യുമ്പം ആരുടെ സ്റ്റാച്ചറാണ് കൂടുതൽ? എന്നിട്ടും എന്തുകൊണ്ടാണ് ചോദിക്കാൻ പറ്റാത്തത്? ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന് നേരത്തെ പറയാൻ പറ്റാത്തതും? വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി എടുത്തു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ മാറി നിൽക്കേണ്ടി വരും PK കുഞ്ഞാലിക്കുട്ടിയുടെ മുമ്പിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി സംവിധാനത്തിലെ മെയ്വഴക്കം എടുത്താലും മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി ഈ എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും ഒരു കോംപ്രമൈസിങ് പ്ലെയറും കൂടിയാണ്. പല ഏത് തരം കോൺഫ്ലിക്റ്റ് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുമ്പോൾ അക്രോസ് മുന്നണിയാണ് ഞാൻ പറയുന്നത്, ഒരു സമവായത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. പക്ഷേ എന്തുകൊണ്ട് മുൻകൂട്ടി അവകാശപ്പെടാൻ പറ്റുന്നില്ല? അവരുടെ അതെന്തുകൊണ്ട് പ്ലേസ് ചെയ്യപ്പെടുന്നില്ല? അത് ആ രാഷ്ട്രീയത്തിൻ്റെ പരിമിതിയാണ്. ഞാനതിന് ആ രാഷ്ട്രീയത്തിൻ്റെ പരിമിതിയായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരത് ക്ലെയിം ചെയ്താൽ അത് മൊത്തം സൊസൈറ്റിക്ക് എന്തോ പരിക്കുണ്ടായി പോകും എന്ന തോന്നൽ ആ പാർട്ടിക്കുണ്ട്. ആ തോന്നൽ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഓഫ് ലേറ്റ്. ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യവും അതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് അവരത് ക്ലെയിം ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അവരുടെ പരിമിതിയല്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ സമൂഹത്തിന് റെപ്രസെൻറ്റേഷൻ കൂടുതൽ കൊടുക്കാൻ തീരുമാനിക്കേണ്ട ഒരു സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളിടത്താണ് പ്രശ്നം. ആ സിസ്റ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കാര്യം. കാരണം വെച്ചാൽ ഇതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിൽ ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിനെ വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാമായിരുന്നു കോൺഗ്രസ്സിന്, വേണമെങ്കിൽ. പക്ഷേ ഒരു മുസ്ലിം റെപ്രസെൻറ്റേഷന് വേണ്ടി മാത്രമാണ് ആര്യാടൻ മുഹമ്മദിനെ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടത് എല്ലാ കാലത്തും. പിൽക്കാലത്ത് MM ഹസനെ വേണമെങ്കിൽ ഒരു മുസ്ലിം റെപ്രസെൻറ്റേഷന് വേണ്ടി മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ പോലും നമ്മൾ കേരള നിയമസഭയുടെ സ്ഥാനാർത്ഥി പട്ടിക 2021 2016 എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം റെപ്രസെൻറ്റേഷന് വേണ്ടി മാത്രമേ അവിടെ സ്ഥാനാർത്ഥികളെ കാണുന്നുള്ളൂ. 3 ടൈം MLA അൻവർ സാദത്തിന് അടുത്ത തവണ മന്ത്രിസ്ഥാനം കിട്ടുമോ എന്നുള്ള ഒരു ഉറപ്പ് പോലും ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കില്ല. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ. ഇപ്പോഴത്തെ LDFൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. PA മുഹമ്മദ് റിയാസിന് മന്ത്രിസ്ഥാനം കിട്ടുന്നത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു യുവ ബ്രിഗേഡിനെ മുന്നിൽ നിർത്തണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുകയും
എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ മന്ത്രിമാരെയും മാറ്റണം എന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയ ഒരു 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 പൊസിഷൻ മാത്രമാണ് പി എ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ DYFIയുടെ കുറേ യുവ നേതാക്കൾ വരുന്ന ഇപ്പോൾ വസീഫോ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ മത്സരിച്ചേക്കാം, VP സാലു അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ മത്സരിച്ചേക്കാം. അവരിൽ നിന്ന് ഒരുപക്ഷെ ഒരാൾ മന്ത്രിസഭയിലേക്ക് വന്നേക്കാം. പക്ഷേ അവരവിടെ നിൽക്കുകയേ ഉള്ളൂ. അവരെ കുറച്ചുകൂടെ വലിയ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആ പൊളിറ്റിക്കൽ സിസ്റ്റം ശ്രമിക്കണം. എൻ്റെ പോയിന്റ് ഞാൻ പറയാം. മതന്യൂനപക്ഷങ്ങളെ, മുസ്ലിം മതന്യൂനപക്ഷത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് മതേതരമായ മുഖ്യധാരയിലുള്ള രാഷ്ട്രീയ ആയുധങ്ങൾ എടുക്കുകയും രാഷ്ട്രീയ പരിചയം എടുക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ അവലംബിക്കുന്ന രാഷ്ട്രീയ ഫോർമേഷനേക്കാൾ റിസൾട്ട് ഉണ്ടാക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്. എന്തായാലും ഇതൊരു കോൺട്രവേഴ്സ്യൽ ആൻഡ് എന്താ പറയുക ഇൻഡിസിസീവായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം എങ്ങനെയാണ് ഇതിലേക്ക് എൻട്രി ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ച് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് തന്നെ വലിയ അവ്യക്തത ഉണ്ട് എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. സമുദായം ഒരു ഭാഗത്ത് അലൈൻ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, കേരളത്തിൻ്റെ അധികാര രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ തീരുമാനങ്ങൾ ഇതിൽ വളരെ പ്രധാനവുമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ CHൻ്റെ 50 ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രി പദത്തിലേക്ക്, ഇവിടെ നേരത്തെ ബഷീർ സൂചിപ്പിച്ച പോലെ 2006 VS അച്യുതാനന്ദന് പകരം പാലളി മുഹമ്മദ് കുട്ടി ആയാലോ എന്നൊരു ആലോചന അതിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നടന്നു എന്നതിനപ്പുറത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളൊരു ചർച്ച പോലും ഉയർന്നു വരാതിരിക്കുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളെ ഭയക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണി നേതൃത്വങ്ങളുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഡിസ്കഷൻ ഒരു പക്ഷേ ഇൻകൺക്ലൂസീവായിട്ട് ഇവിടെ നിർത്തേണ്ടി വരും. നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളത്തിൻ്റെ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ സാഹചര്യങ്ങൾ വരുന്നു, അവിടുത്തെ സ്ഥാനാർത്ഥി പട്ടികകൾ വരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോകാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.